ഫ്രണ്ട്സ്, ബ്ലോഗർ റഷി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള അപ്ഡേറ്റുമായിട്ട് വന്നിട്ടുള്ളത്. ബ്ലാസ്റ്റേഴ്സ് ഫാൻസിനെ വളരെയധികം നിരാശ നൽകുന്ന ഒരു അപ്ഡേറ്റാണ് പുറത്തുവിടാനുള്ളത്. ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് ഏറ്റവും പ്രിയപ്പെട്ട ഇവാൻ ആഷൻ എന്നൊരു വിളിക്കുന്ന ഇവാൻ കൊവനോവിച്ചിനെ ടീം മ്യൂച്വലി ടെർമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. രണ്ടുപേരും മ്യൂച്വലി ടെർമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. ക്ലബ്ബ് ഒഫീഷ്യലായി കുറച്ച് നേരത്തെയാണ് ഒഫീഷ്യലായി പുറത്തുവിട്ടത്. നമുക്കറിയാം, ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കോച്ചായിരുന്നു ഇവാൻ ആഷൻ. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ ഇത്രയധികം ഫാൻസുമായിട്ടൊരു ബന്ധമുണ്ടായിരുന്ന ഒരു കോച്ച് വേറെ ഉണ്ടായിട്ടില്ല. നമ്മൾ ബ്ലാസ്റ്റേഴ്സിനെ കൂടുതൽ ഫോളോ ചെയ്യുന്ന ഫാൻസിനറിയാം, ബ്ലാസ്റ്റേഴ്സ് ഫാൻസിനെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച കോച്ചാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഫാൻസ് ഇവാൻ ആഷാനെ പറയാം. ഇത്രയധികം ഫാൻസുമായിട്ടൊരു ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്ന കോച്ച് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇപ്പോൾ ഏകദേശം 10ാമത്തെ കോച്ചാണ് ഇത്രയും വർഷത്തിനുള്ളിൽ കോച്ച് മാറി വരുന്നത്. 8-9 കോച്ചുമാർ മാറി വരുന്നത്. പക്ഷെ ഇത്രയധികം ഫാൻസുമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്ന ഒരു കോച്ച് വേറെ ഉണ്ടായിട്ടില്ല. പലപ്പോഴും കൺസിസ്റ്റൻസി ആയിട്ട് പ്ലേ ഓഫിൽ എത്തിച്ച ഒരു കോച്ച് നമ്മൾ ഇവാൻ കോച്ചാണ്. 3 വർഷമായി കോച്ച് നമ്മളുടെ കൂടെ നമ്മുടെ ക്ലബിനോടൊപ്പം ചേർന്നിട്ട്. അതിൽ 1 വർഷം ക്ലബിനെ ഫൈനലിൽ എത്തിച്ചു. കഴിഞ്ഞ സീസണിൽ പ്ലേ ഓഫ് എത്തി. കഴിഞ്ഞ 2 സീസണായിട്ട് പ്ലേ ഓഫ് എത്തി. ഈ സീസണിൽ നമുക്കറിയാം പ്ലേ ഓഫ് എത്തി. പക്ഷേ ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ഹിസ്റ്ററിയിൽ തന്നെ ഇല്ലാത്ത അത്രയും പരിക്കാണ് ബ്ലാസ്റ്റേഴ്സിനെ പുറകോട്ട് വലിച്ചത്. ജനുവരിയിൽ ടീം ടോപ്പ് ഓഫ് ദി ടേബിളായിരുന്നു. ആ ടീമാണ് ജനുവരിക്ക് ശേഷം ടോപ്പ് 6 വന്ന് നിന്നത്. പ്ലേ ഓഫ് ഫസ്റ്റ് കളി പൊട്ടിയപ്പോൾ പുറത്തായി. പക്ഷെ നമ്മൾ കൂടുതൽ ക്ലബിനെ നമുക്ക് കൂടുതൽ കുറ്റം പറയാൻ പറ്റില്ല. എന്നുവെച്ചാൽ ക്ലബിനെപ്പോഴും ഒരു കപ്പ് നിർബന്ധവും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ വേറൊരു കോച്ചിനെ കണ്ടെത്താമെന്ന് മാനേജ്മെൻറ്റ് തീരുമാനിച്ചിട്ടുണ്ടാവും. ഏതായാലും ഇറക്കിയ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പുതിയൊരു കോച്ചിനായിട്ടുള്ള തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. എന്തായാലും ഇവാൻ ആഷനെ നമ്മൾ കൊണ്ടുവന്നത് നമ്മളുടെ FT-ആണ്. ഫാൻസിന് പ്രതീക്ഷിക്കാം ഒരു പുതിയൊരു കോച്ചിനെ നമ്മളെ FT കൊണ്ടുവരുമെന്ന് വിചാരിക്കാം. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ISL തന്നെ എക്സ്പീരിയൻസ്ഡ് ആയ ഏതെങ്കിലും കോച്ചുമാരെ കൊണ്ടുവന്നിട്ട് റീപ്ലേസ് ചെയ്യലായിരിക്കും നല്ലതെന്ന് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അതാണ്. പക്ഷേ അത് എത്രത്തോളം മാനേജ്മെൻറ്റിനോട് എത്രത്തോളം പറ്റുമെന്നുള്ളത് അറിയില്ല. എന്നുവെച്ചാൽ ഇപ്പോൾ ISL സക്സസ് ആയ കോച്ചുമാരെന്ന് പറഞ്ഞാൽ ലൊബേറോ, ആൽബർട്രോക്ക് അങ്ങനെയുള്ള ഒരുപാട് കോച്ചുമാരൊന്നും ഇല്ല. കുറച്ച് കോച്ചുമാരുള്ളൂ സക്സസ് ആയ കോച്ചുമാർ. പക്ഷെ അവരൊക്കെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫിനാൻഷ്യലി എത്രത്തോളം ബ്ലാസ്റ്റേഴ്സിന് പറ്റുമെന്നുള്ളത് അറിയില്ല. ഏതായാലും അധികം വൈകാതെ പുതിയ കോച്ച് വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പല കോച്ചുമാരുടെ റൂമർ പറയുന്നതൊക്കെ ഉണ്ട്. ഏതായാലും നമുക്ക് ഒഫീഷ്യലായി വന്നതിന് ശേഷം അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാവുന്നതാണ്. താങ്ക് യു.